ഉമ്മമാരെ, പാപ്പമാരെ, എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? എത്ര ആളുകളാണ് പെട്ടെന്ന് മൗത്തായി പോകുന്നത്. എപ്പോഴാണ് റബ്ബ് നമ്മുടെ മരണം കണക്കാക്കിയതെന്ന് പറയാൻ കഴിയില്ല. വയസ്സിന്റെ പ്രായത്തിന്റെ കണക്കില്ല, ഗ്യാരണ്ടി ഉണ്ടോ നമുക്ക് ഇല്ല. ഉറങ്ങിയ പലരും പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അതല്ലേ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ നമ്മൾ പറയണോ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹിൻ നുശൂർ. എത്ര വലിയ കാരുണ്യാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര വലിയ കാരുണ്യാണ്. അപ്പൊ എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റില്ല. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തന്റെ മരണത്തിനോടടുത്ത സമയം, മരണത്തിനോട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് തന്റെ പ്രജകളെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ പ്രജകളോട് പറഞ്ഞ കാര്യമായ 3 വസിയത്തുകളാണ്. 3 വസിയത്ത്. മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥ കിടക്കുമ്പോ 3 വസിയത്താ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ വസിയത്ത് എന്താണെന്നറിയോ? ഒന്നാമത്തെ വസിയത്ത്, ആ രാജാവ് രോഗിയായി കുറെ ചികിത്സിച്ച് അങ്ങനെ അവസാനം മരിച്ചുപോയ രാജാവാണ്. തന്റെ പ്രജകളെ വിളിച്ചിട്ട് കാര്യമായ 3 ഉപദേശം കൊടുത്തതിൽ ഒന്നാമതായി മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് ഒന്നാമതായി പറഞ്ഞ വസിയത്ത്, എന്റെ മരണവും മരണാനന്തര കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. ഒന്നാമത്തെ വസിയത്ത് എന്താ? എന്റെ മരണവും മരണാന്തര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്റെ മയ്യത്ത് ഖബറിലേക്ക് അടക്കം ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്, എന്നെ കഫൻ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. രണ്ടാമതായി പറഞ്ഞ ഉപദേശം, എനിക്കൊരുപാട് സമ്പത്തുണ്ട്. ഈ കൊട്ടാരത്തിന്റെ, ഈ രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ എന്നെ മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം, നിങ്ങളെല്ലാം മരിച്ച് എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം, ആ സമയം എന്റെ സമ്പത്തൊക്കെ എടുത്തിട്ട് വഴിയിൽ വിതരണം, വഴിയിൽ ഇങ്ങനെ വിതരണം. എന്റെ സ്വർണ്ണ നാണയവും എന്റെ സമ്പത്തും എല്ലാം എടുത്തിട്ട് വഴിയിൽ വിതരണം. ഇതാണ് രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമതായിട്ട് ആ രാജാവ് പറയണേ, ഞാൻ മരണത്തിനോട് മല്ലിട്ട് കിടക്കുകയാണല്ലോ, എന്റെ മൂന്നാമത്തതും അവസാനത്തതുമായ വസിയത്ത്, എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലുണ്ടല്ലോ, ആ മയ്യത്ത് കട്ടിലിൽ നിങ്ങൾ എന്റെ മയ്യത്ത് നിങ്ങൾ തുണി കൊണ്ട് കെട്ടി പൊതിഞ്ഞ് ഒക്കെ ചെയ്തോളൂ, പക്ഷെ എന്റെ കൈ നിങ്ങൾ പുറത്തേക്ക് ഇടണം, എന്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്ക് ഇടണം. ഇങ്ങനെ 3 വസിയത്തുകളാണ് പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തതും മൂന്നാമത്തതുമായ വസിയത്തുകൾ പ്രജകൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ വസിയത്ത് കേട്ടപ്പോഴാണ് പ്രജകൾക്ക് വല്ലാത്തൊരു നീരസം, വല്ലാത്ത ഒരു അസ്വസ്ഥത. എന്തിനാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പ്രജകൾ പ്രിയപ്പെട്ട പ്രഭുവിനോട്, രാജാവിനോട് ചോദിച്ചു, രാജാവേ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ പറയാനുള്ള കാരണം? ആ സമയത്ത് രാജാവ് പറയുകയാണ്, ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞ വസിയത്ത്, എന്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടതും മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടതും ഡോക്ടർമാരാണ്. അത് പറയാനുള്ള കാരണം, ഞാൻ ഒരുപാട് പൈസ ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ വലിയ ഡോക്ടർമാരെ കൊണ്ട് ഞാൻ നല്ല ചികിത്സകളൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ ഒന്നിനും ആർക്കും സാധ്യമായില്ല.
അതുകൊണ്ട് മരണമെന്ന സത്യം ആരെയും പിടികൂടും. ഈ ഡോക്ടർമാര് നിസ്സാരവന്മാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ. അതിനാണ് എന്റെ മരണത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ ഡോക്ടർമാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. അത് കണ്ടിട്ടെങ്കിലും ജനങ്ങൾക്ക് തിരിച്ചറിയട്ടെ, ഡോക്ടർമാർക്കും തിരിച്ചറിയട്ടെ, ഇവർ നിസ്സാരന്മാരാണ് ഡോക്ടർമാര്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇലാഹായ റബ്ബ് എന്ന വലിയൊരു ഡോക്ടറുണ്ട്. ഞാൻ വലിയ പൈസ ഉള്ള ആളായിട്ടും വലിയ വലിയ ചികിത്സകൾ അറിയുന്ന ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചിട്ടും അവർക്കൊന്നും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണമെന്ന സത്യം ആരെയും പിടികൂടും എന്നുള്ളത് ഏത് വലിയ സമ്പന്നനെയും എത്ര വലിയ ഡോക്ടർമാര് ചികിത്സിച്ചാലും മരണമെന്ന സത്യം അതിന്റെ കണക്കായ സമയമെത്തുമ്പോൾ പിടികൂടും എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഡോക്ടർമാർക്ക് മനസ്സിലാവട്ടെ, ഞങ്ങൾ നിസാരന്മാരാണ്, ഞങ്ങളെക്കാൾ വലിയൊരു റബ്ബ്, വലിയൊരു ഡോക്ടർ എന്നുള്ളത്. അല്ലേ നമ്മള് ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ അൽഹംദുലില്ലാഹ് മജ്‌ലിസിനേക്കാൾ വലിയൊരു ഹോസ്പിറ്റലില്ല, ദിക്റിനേക്കാൾ വലിയൊരു മരുന്നില്ല, ഇലാഹായ പടച്ച റബ്ബിനേക്കാൾ വലിയൊരു ഡോക്ടറില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ഈ അദ്കാറിന്റെ മജ്‌ലിസിന്റെ, ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ഈ അദ്കാറിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി തരണേ റഹ്മാനേ. രണ്ടാമത്തെ കാരണം, രണ്ടാമത് ഞാൻ പറഞ്ഞ എന്താ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ സമ്പത്ത്, എന്റെ സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും കൊണ്ടുപോകുന്ന ആ വേളയിൽ, ആ വഴിയിൽ നിങ്ങൾ ഇങ്ങനെ വിതരണം. ഇത് ഞാൻ പറയാനുള്ള കാരണം, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്ത് എനിക്കുണ്ട്. പക്ഷേ ആ സമ്പത്ത് കൊണ്ടൊന്നും പ്രയോജനമില്ല. മരിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൊണ്ടുപോകാൻ കഴിയൂല. എത്ര വലിയ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഒരുപാട് ഒരുപാട് ആളുകളെ പലവിധ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ട് വെട്ടിപ്പിടിച്ച സമ്പത്താണ് എന്റെ കയ്യിലുള്ളത്. അവസാന സമയത്താണ് രാജാവിന് ബോധം വരുന്നത്. പക്ഷേ ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകളെ കൈകളിൽ നിന്ന് വെട്ടിപ്പിടിച്ച, തട്ടിപ്പറിച്ച സമ്പത്തായിരുന്നു. പല ആളുകളെയും വിഷമിപ്പിച്ചിട്ടുണ്ടാക്കിയ സമ്പത്തായിരുന്നു. പക്ഷെ അവസാന സമയത്ത് രാജാവിന് ബോധം വന്നു, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് ഈ സമ്പത്ത് കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് അവസാന സമയത്ത് ഉൾക്കാഴ്ച കിട്ടിയ രാജാവ് പറയുകയാണ്, മൂന്നാമതായി ഞാൻ പറഞ്ഞത്, എന്റെ കൈകള് കൊണ്ടുപോകുന്ന മയ്യത്ത് കെട്ടലിൽ നിങ്ങൾ ഏത് ശരീരഭാഗങ്ങൾ തുണി കൊണ്ട് പൊതിഞ്ഞാലും എന്റെ കൈകൾ നിങ്ങൾ പുറത്തേക്ക് ഇടണമെന്ന് പറയാനുള്ള കാരണം, മരിച്ചു പോകുമ്പോ ഈ ദുനിയാവിൽ വലിയ കൊട്ടാരമുള്ള ഞാൻ, ഒരുപാട് ഒരുപാട് സമ്പത്തുള്ള ഞാൻ, ഒരുപാട് അധികാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മരിച്ചു പോകുമ്പോ ഒന്നുമില്ലാതെ രണ്ട് കൈകളും മലർത്തിയിട്ടിട്ടാണ്, ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ബാപ്പാ, സഹോദരിമാരെ, ഉമ്മമാരെ, ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചാലോ, ഇവിടെ നമുക്ക് ഏതെല്ലാ സൗകര്യങ്ങൾ ലഭിച്ചാലോ, മരണമെന്ന സത്യം നമ്മളെ പിടികൂടോ. ഇവിടെ ഏത് സൗകര്യങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ഒന്നും നമ്മുടെ ഖബറിലേക്ക് വരൂല. ആഖിറമാകുന്ന ലോകത്ത് രക്ഷപ്പെടണോ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണോ. യാ അല്ലാഹ്, ഞങ്ങളെ ജീവിതം നന്നാക്കണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ കണ്ണു മഞ്ഞൊളിച്ചുകൊണ്ട് അതേ തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കണ്ട. അതാണല്ലോ മഹാന്മാര് പഠിപ്പിച്ചത്. ഈ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവ് എന്നത് ഏറ്റവും കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ് ദുനിയാവ്.
അതേ ആ ദുനിയാവിനോട് ഇഷ്ടം വെച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതല്ലുമിനദ്ദലീലേ, അവർ നിസാരവന്മാരിൽ ഏറ്റവും നിസാരവന്മാരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആഖിറം ചിന്തിച്ച് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾക്കാണ് വലിയ വലിയ അനുഭവങ്ങൾ. ജോലിയില്ലാത്ത ഒരു സഹോദരൻ ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ വിറുദുൽ ലതീഫ് നേർച്ചയാക്കി ചൊല്ലിയിട്ട് ജോലി ലഭിച്ചു ഉസ്താദ്. എത്ര എത്ര കുടുംബങ്ങളാണ് സന്തോഷങ്ങൾ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ലഭിച്ച മജ്‌ലിസാണ്.